വളരെ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ ദുഷ്ടന്മാരുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാണ്ട് വീണ് ഭൂമിദേവിക്ക്, നമ്മളുടെ മാതാവിന്, ഓരോരോ കുഞ്ഞും അമ്മയെയാണ് തൊഴുതിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആ ഭൂമി മാതാവിന് ആ അസുരന്മാരുടെ ആ ഒരു ദുരിതം, അവർ ചെയ്യുന്ന ക്രൂരതകൾ, സ്വന്തം മക്കളെ വെട്ടിക്കൊല്ലുന്നതും സന്യാസിമാരെ ദ്രോഹിക്കുന്നതും സർവ്വചരാചരങ്ങളെയും ദ്രോഹിക്കുന്നതൊക്കെ മാതാവായിട്ടുള്ള ഭൂമിദേവിക്ക് താങ്ങാൻ സാധിക്കാതെ വീണ് അവസാനം ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ മാറിയിട്ട് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് ബ്രഹ്മദേവൻ്റെ ബ്രഹ്മലോകത്തെത്തുകയാണ്. അങ്ങനെ ബ്രഹ്മദേവനോട് പറയാണ്, ഈ അസുരന്മാരുടെ ക്രൂരത എനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല പിതാവേ, അതുകൊണ്ട് എനിക്കിതൊന്ന് മുക്തി തരണം എന്ന് പറയണം. എന്നാൽ ബ്രഹ്മദേവൻ തികച്ചും ആ ഒരു കാര്യത്തിൽ ബ്രഹ്മദേവനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവൻ എന്താ ചെയ്യുന്നത്? ബ്രഹ്മദേവൻ ദേവന്മാരെയും കൂട്ടിയിട്ട് സാക്ഷാൽ കൈലാസനാഥൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കൈലാസനാഥനോടും ഈ ഒരു കാര്യം ഭൂമിദേവി വളരെ സങ്കടത്തോടുകൂടി പറയാണ്. എന്നാൽ കൈലാസനാഥൻ പറയണേ, എനിക്കും ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ ചെയ്യാൻ പറ്റുന്ന ആളാരാണ്? സാക്ഷാൽ വൈകുണ്ഠനാഥനായിട്ടുള്ള നാരായണനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണ കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് വൈകുണ്ഠത്തിലെത്തുമ്പോൾ സാക്ഷാൽ നാരായണനും ഇവരെ കൈയൊഴിയുകയാണ്. എന്താ പറയുന്നത് സാക്ഷാൽ നാരായണൻ? എനിക്ക് ഇതിനൊന്നും സാധ്യമല്ല, എനിക്കതിനുള്ള ശക്തിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ ധാമത്തിലേക്ക് പൊക്കോളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രതിവിധി ഉണ്ടാവും എന്ന് പറയണ. ഇത് കേട്ടതോടു കൂടിയിട്ട് ബ്രഹ്മാവും അതുപോലെ തന്നെ ശിവഭഗവാനും ദേവന്മാരും എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം എല്ലാതും അറിയുന്ന ആളാണ് സാക്ഷാൽ നാരായണൻ. പക്ഷേ അദ്ദേഹവും കൈവെടിയുകയാണ്. അവസാനം അവര് ഭഗവാനോട്, സാക്ഷാൽ നാരായണനോട് ചോദിക്കുകയാണ്, ഈ ഗോലോകം എവിടെയാണ്? ഗോലോകം എങ്ങനെയാണ് ഗോലോകത്തിലേക്ക് പോവുക എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ സാക്ഷാൽ നാരായണൻ തൻ്റെ 2 കൈകൾ കൊണ്ടും ആ ഒരു ശ്രീകൃഷ്ണൻ്റെ ധാമത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ദൂരെ കൈ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്, അതാണ് ധാമം, ശ്രീകൃഷ്ണൻ്റെ ധാമം അല്ലെങ്കിൽ ഗോലോകം എന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു നല്ല എന്താ പറയുക, ഒരു ചൈതന്യം ഇവർക്ക് കാണാൻ കഴിഞ്ഞു. മെല്ലെ അവർ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവർ ആകെ അത്ഭുതപ്പെടുകയാണ്. എന്താണ്? ബ്രഹ്മാണ്ടം മുഴുവനും അവിടെ ഉണ്ട്. ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും, സകല കാര്യങ്ങളും അവിടെ ഉണ്ട്. അതെല്ലാം ചേർന്നതാണ് ബ്രഹ്മാണ്ടം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടോ, എന്താണ് ബ്രഹ്മം? ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. പരമാത്മാവ് എന്ന് പറഞ്ഞാലോ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായ ശക്തി. അണ്ഡം, ബ്രഹ്മാണ്ഡം എന്നുള്ളതിന് അണ്ഡം എന്ന് പറഞ്ഞാലോ, അണ്ഡം എന്ന് പറഞ്ഞാൽ മുട്ട, ഗോളത്തിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആകൃതി. അതാണ് നമുക്ക് ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് നോക്കുമ്പോൾ അവരെന്താ കാണുന്നത്? അപ്പോൾ ഇതിങ്ങനെ കാണുകയാണ്, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും കാണുകയാണ് ഈ ദൂരത്തേക്ക്, ശ്രീകൃഷ്ണൻ്റെ ധാമത്തിലേക്ക് നോക്കുമ്പോൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താണ്, കുറച്ചും കൂടി ദൂരത്തേക്ക് നോക്കിയപ്പോൾ എന്താണ്, 8 പുരാണങ്ങൾ ഇങ്ങനെ വരിയായിട്ട് വെച്ചിട്ടുണ്ട്, 8 പുരാണങ്ങൾ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അതിൻ്റെ മുകളിൽ കൂടെ വിരജാ നദീതീരം കാണപ്പെടുകയാണ്. വിരജാ നദി അതിൻ്റെ മുകളിൽ കൂടെ ഒരു സൈഡിൽ കൂടെ ഒഴുകുന്നത്. അപ്പോൾ ആ ഒരു തീരത്തിൻ്റെ ആ ഒരു ഈ നമ്മളുടെ 8 പുരാണങ്ങളുടെ മുകളിലൂടെയാണ് ഈ വിരജാ നദീ തീരം കിടക്കുന്നത്. അപ്പോൾ കുറച്ച് ഈ തീരത്തിനടിയിലായിട്ടായിരിക്കാം ഈ 8 പുരാണവും കാണുന്നത്. ഭയങ്കര ചൈതന്യത്തോട് കൂടിയിട്ടാണ് ഈ 8 പുരാണവും ഇവർ ദർശിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ പ്രദേശം അതിസുന്ദരമാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആ പ്രദേശം ഇരിക്കുന്നത്? നല്ല എന്താ പച്ചപ്പാണെങ്കിൽ നല്ല ഭംഗിയുള്ള പച്ചപ്പും കിളികളും അതുപോലെ തന്നെ മറ്റ് പക്ഷികളും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല അനന്ത സൂര്യകോടി പ്രഭ
ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നഗരാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അത്രയും എങ്ങനെയാണ് ഒരു 100 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ അത്ര പ്രഭയാണ്, പ്രകാശമാണ് ആ നഗരത്തിന് എന്നാണ് പറയുന്നത്. അവസാനം അവര് അതിമനോഹരമായിട്ടുള്ള ഒരു ജ്യോതിസ് ദൃശ്യമാവുകയാണ്. അപ്പൊ ദൂരത്ത് നിന്നിട്ട് ആദ്യം അവരെന്ത് ചെയ്തു, ആ 8 പുരാണങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ടോ ദിവ്യമായിട്ടുള്ള ഒരു ജ്യോതിസ് ഭഗവാന്റെ ധാമത്തില് കാണുകയാണ് കേട്ടോ. അതിനുള്ളില് തൂവെള്ള നിറത്തില് ആദിശേഷനും അദ്ദേഹത്തിന്റെ മടിയിൽ ഗോലോക വൃന്ദാവനവും കാണപ്പെട്ടു എന്നാ പറയുന്നത്. നല്ല വെളുവെളുത്ത കളർ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, അതിനുള്ളിൽ അതിൻ്റെ അടിയിൽ അത്രേ ഗോലോക വൃന്ദാവനം കാണപ്പെടുന്നത്. അവിടെ പ്രവേശിക്കാൻ പുറപ്പെടുകയാണ് ആരൊക്കെ, ബ്രഹ്മദേവനും ശിവഭഗവാനും ദേവന്മാരും സാക്ഷാൽ മഹാവിഷ്ണുവും. പക്ഷേ അവര് അങ്ങോട്ട് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോ ഈ ഭഗവാന്റെ ധാമത്തിന് 2 ആള് കാവലുണ്ടായിരുന്നു, ദ്വാരപാലകര്. വേഗം ആ ദ്വാരപാലകർ ഇവരോട് ചോദിക്കുകയാണ്, അല്ല ആരാ, എവിടുന്നാണ് വരുന്നത് എന്ന്. അപ്പോൾ ഭഗവാന്മാര് ആകെ അന്തം വിട്ടു. തങ്ങളെ അറിയാതെ ലോകത്ത് വല്ലവരും ഉണ്ടോ എന്നാണ് അവര് ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, എവിടെയാണോ വാമനാവതാരം ഉണ്ടായിരുന്നത് ആ ലോകത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറയാണ്. അങ്ങനെ ഈ ശതചന്ദ്രാനനൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുവാദപ്രകാരം ഇവരെല്ലാവരും കൂടി ഗോലോകത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അത് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവരുടെ ശരീരത്തിന് ഒരു കോരിത്തരിപ്പ് അനുഭവപ്പെടുകയാണ്. എന്താണ്, അത്രയും പ്രത്യേകതകളാണ് ആ ഒരു ഗോലോകത്തിന് ഉള്ളത്. അവിടെ അതിമനോഹരമായിട്ടുള്ള വൃന്ദാവനം കാണുന്നുണ്ട്, യമുനാ നദി കാണുന്നുണ്ട്, ഒരു ഭാഗത്ത് ഗോലോകത്തിന്റെ ഒരു ഭാഗത്ത് ഗോവർദ്ധന പർവ്വതവും കാണാനുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവര് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ ഇന്നേ വരെ ആ ഒരു വൃന്ദാവനമൊക്കെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഗോലോകത്തിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് അവര് ആദ്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അതുമാത്രല്ല, ഗോമാതാക്കളുടെ സ്തന്യം നുകർന്നുകൊണ്ട് ഒരുപാട് ചെറിയ പശുക്കുട്ടികളുണ്ട്. മധുരമായിട്ട് പാടുന്ന കുയിലുകളും പക്ഷികൾക്കും അനുസരിച്ചിട്ട് നൃത്തം ചെയ്യുന്ന മയിലുകളും അതുപോലെ തന്നെ മാൻപേടകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം ലോകത്തിൽ എവിടെയും ഇത്രയും മനോഹാരിത അവര് ദർശിച്ചിട്ടില്ല. പിന്നെ അത് മാത്രല്ല, ഒരുപാട് ഗോപികമാരും ഗോപന്മാരും അവിടെ വളരെ സന്തോഷമായിട്ട് ഇവരെ സ്വാഗതം ചെയ്യാണ് ഭഗവാന്റെ ആ ഒരു ധാമത്തിലേക്ക്. ഈ സമയത്താണ് ഒരു സ്വർണ്ണവർണ്ണം തിളങ്ങുന്നത് ഇങ്ങനെ ദൂരെ നിന്ന് കാണുകയാണ്. അപ്പോൾ ഗോലോകം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. അപ്പോൾ ആ സ്വർണ്ണവർണ്ണം ഇങ്ങനെ കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നുകയാണ്, എന്താ ഇപ്പോൾ ഇത്ര സ്വർണ്ണ നിറം കാണുന്നത് എന്ന് നോക്കിയിട്ട് അവർ അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയപ്പോൾ 1000 ഇതളുകളുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു താമര ഉണ്ട്. എന്നിട്ടോ ആ താമരയുടെ മുകളില് 8 ദളങ്ങള് വേറെ ഉണ്ട്. ആ ഒരു 8 ദളങ്ങളുടെ മുകളിലായിട്ട് കസ്തുഭരത്നങ്ങളാല് അലങ്കരിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സിംഹാസനം ഉണ്ട്. ഇത് കണ്ടതോടുകൂടി അവർ അന്തം വിടാണ്. ജീവിതത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സിംഹാസനം അവർ കണ്ടിട്ടില്ല. അങ്ങനെ ആ സിംഹാസനത്തിൻ്റെ മുകളില് ആരാണ്, ശ്രീ രാധാറാണിയോട് കൂടിയിട്ട് ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ അങ്ങനെ ഉപവിഷ്ടനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുകയാണ് ഭഗവാൻ. അത് ഗോപികമാരും അതുപോലെ ഗോപന്മാരുമെല്ലാം ഇരുഭാഗത്തു നിന്നുകൊണ്ട് ആ വെഞ്ചാമരം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാന് അനുഭവപ്പെടാതിരിക്കാന്. ശ്യാമവർണ്ണമായിട്ടുള്ള ആ ഭഗവാൻ മഞ്ഞപ്പട്ടു ധരിച്ച് കഴുത്തില് വനമാല അണിഞ്ഞിട്ട് അതുപോലെ കാലുകളില് കിങ്ങിണിയും കൈകളില് വളകളും അതുപോലെ ശ്രീവത്സത്തോടും കൂടിയ ഭഗവാന്റെ അതിമനോഹര രൂപം കണ്ടിട്ട് ദേവന്മാരും അതുപോലെ എല്ലാവരും കൂടി ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഗോലോകം. ശരിക്കും പറയാച്ചാൽ ആദ്യമായിട്ട് ശിവഭഗവാനായാലും
വിഷ്ണുദേവനായാലും ബ്രഹ്മദേവനായാലും ദേവന്മാരായാലും എല്ലാം ആദ്യമായിട്ട് ഗോലോക ദർശനം ലഭിക്കുന്ന ഒരു സമയമാണ്. എന്താ പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് അവര് അവിടെ കണ്ടത്. ഇതാണ് ഗോലോകം.